ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ 2-3 കേക്കിൻ്റെ ഓർഡേഴ്സ് കണ്ടിട്ടാണ് എണിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അന്ന് ശനിയാഴ്ച ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാൾക്ക് മാത്രമേ ഇന്ന് സ്കൂളുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ വലിയ തിരക്കൊന്നും ഇല്ല രാവിലത്തെ പണി. എന്നാലും ആ ഒരാളെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടുള്ള ദോശയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അന്ന് നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി പെട്ടെന്നെങ്ങാനും കറണ്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ സ്പഞ്ചൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പരിപാടിയൊക്കെ നോക്കുന്നുണ്ട്. ഇടയിൽ ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം 3 ഓർഡേഴ്സാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കസ്റ്റമർ തലേന്ന് രാത്രി എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഒരു 11 മണി 11:30 ടൈമിൽ 3 കസ്റ്റമേഴ്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ദിവസം ഞാൻ വേഗം കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസം കുറച്ച് കേക്കിൻ്റെ ഓർഡേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ക്ഷീണമുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ തന്നെ കിടന്നുറങ്ങി. അപ്പോൾ നെറ്റൊക്കെ ഓഫാക്കി കാരണം ഓൺലൈൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ കുറേ മെസ്സേജ് അയച്ചു, വാട്സപ്പിൽ കുറേ കോൾ ചെയ്ത്, അപ്പോൾ കിട്ടിയില്ല എന്ന് പറഞ്ഞ്. പിന്നെ രാവിലെ മോളെ മദ്രസയിൽ പറഞ്ഞയച്ചിട്ട് ഒരു 6 മണി 6:30 ടൈമിലാണ് ഞാൻ നെറ്റൊക്കെ ഒന്ന് ഓൺ ചെയ്തത്. അപ്പോഴാണ് കേട്ടോ ഇവരെ മെസ്സേജൊക്കെ കാണുന്നത്. അപ്പോൾ തന്നെ ഞാൻ അവർക്കൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഓർഡേഴ്സൊക്കെ കൺഫേം ആക്കി, ഫ്ലേവേഴ്സും എല്ലാം കൺഫേം ആക്കി. ഒന്ന് വെഡ്ഡിങ് കേക്കായിരുന്നു, ഒന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി കേക്കായിരുന്നു, ഒന്നൊരു ജസ്റ്റ് കഴിക്കാനായിട്ടൊരു ഡ്രീം കേക്കും കൂടിയിട്ടായിരുന്നു ഓർഡർ ഉണ്ടായിരുന്നത്. വെഡ്ഡിങ് കേക്ക് ഉണ്ടായിരുന്നത് ഒരു 2 kg ബട്ടർ സ്കോച്ച് കേക്കായിരുന്നു. പിന്നെ ഒരു ആനിവേഴ്സറി കേക്കായിരുന്നു, 1/2 kg വാനില കേക്കായിരുന്നു. പിന്നെ ഒരു 1/2 kgയുടെ ഡ്രീം കേക്കും കൂടി ആയിരുന്നു കേട്ടോ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ സ്പഞ്ചുകളൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവുമല്ലോ. പിന്നെ ഐസിങ്ങും കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി എല്ലാം ഓവനിൽ കയറ്റുകയാണ് കേട്ടോ. എന്നാലും അൽഹംദുലില്ലാ മക്കളായാലും ഹസ്ബൻഡായാലും ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ ഞാൻ മാത്രമല്ല കേട്ടോ ഈ ഒരു കാര്യത്തിന് കഷ്ടപ്പെടുന്നത്. എൻ്റെ പിന്നിൽ ഇവരും കൂടിയും എനിക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓരോ കാര്യത്തിനും നന്നായിട്ട് സഹകരിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ ഒരുപാട് നമുക്കൊരു സഹായമാണ് കേട്ടോ. പിന്നെ നൈറ്റിലൊക്കെ കൂടുതൽ ഓർഡേഴ്സുള്ള ദിവസമാണെങ്കിൽ ചില ടൈമിലൊക്കെ 2 മണിയൊക്കെ നമുക്ക് എടുക്കാൻ. അപ്പോൾ അതുവരെയൊക്കെ ഒക്കെ കൂടെ ഉണ്ടാവും കേട്ടോ. ഉറങ്ങാണ്ട് തന്നെ എൻ്റെ കൂടെ ഇരിക്കാറുണ്ട്. അതുപോലെ തന്നെ മോളും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. കൂടുതൽ ഓർഡേഴ്സൊക്കെ ഉള്ള ദിവസം എനിക്ക് വീട്ടിലത്തെ പണികളൊക്കെ നമുക്ക് തിരക്കിൽ ചിലപ്പോൾ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതൊക്കെ മോളും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ സ്പഞ്ചസൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിലത്തെ ഒരെണ്ണം ഡ്രീം കേക്കിൻ്റെ സ്പഞ്ചാണ് കേട്ടോ. അങ്ങനെ ടിന്നൊക്കെ റെഡിയാക്കി ഇതാ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ വെഡ്ഡിങ് കേക്കിൻ്റെ കുറച്ച് ഫ്ലവേഴ്സും കുറച്ചല്ല 2 മേടിച്ചിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ ടോപ്പർ ഉണ്ടായിരുന്നില്ല, അതും പിന്നെ കുറച്ച് ഐറ്റംസും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചതിൻ്റെ ശേഷം അതാ ഓരോന്ന് ലെയറാക്കിയിട്ട് ഐസിങ് ചെയ്യാൻ പോവാണ്. ഇതിലെ ഡ്രീം കേക്ക് മാത്രമാണ് ഒരു 11 മണിക്ക് കൊടുക്കാൻ പറഞ്ഞത് കസ്റ്റമർ കേട്ടോ. ബാക്കി വെഡ്ഡിങ് കേക്ക് ഒരു 4 മണിക്കും പിന്നെ ആനിവേഴ്സറി കേക്ക് ഒരു വൈകിട്ട് 8 മണിക്കൊക്കെയാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ടൊരു സമാധാനം. പിന്നെ ഡ്രീം കേക്ക് പിന്നെ പെട്ടെന്ന് സെറ്റ് ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതും സൈഡിൽ കൂടെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് പിന്നെ ഇതൊക്കെ ചെയ്യാനായിട്ട് നിന്ന് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വാനില കേക്കാണ് ഐസിങ് ചെയ്തത്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഫില്ലിംഗ് ഒന്നുമില്ലല്ലോ. അപ്പോൾ ആദ്യം തന്നെ അത് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം ക്രം കോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനമാണ്. പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് പിന്നെ ഒഴിവുള്ള ടൈമിൽ എപ്പോഴാണ് വെച്ചെങ്കിൽ ഫൈനൽ കോട്ട് ചെയ്താൽ മതിയല്ലോ. ഞാനിതാ ബട്ടർ സ്കോച്ച് കേക്കാണ് ഐസിങ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഡ്രം ബേസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടാണ് താഴത്തെ ടയർ ഐസിങ് ചെയ്യുന്നത്. താഴത്തത് 7 ഇഞ്ചിലും മുകളിലത്തത് 5 ഇഞ്ചിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതും ക്രം കോട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കേക്കും ക്രം കോട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ആൾ സ്പഞ്ച് റെഡിയാക്കി കഴിഞ്ഞാൽ പാനിൽ നിന്ന് എടുക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ചൂട്ടോടുക്കനെ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് പൊടിഞ്ഞു പോകും. നന്നായിട്ട് ചൂടാറിയിട്ട് നല്ല കൂളായതിൻ്റെ ശേഷമാണ് കേട്ടോ സ്പഞ്ചൊക്കെ റിമൂവ് ആക്കേണ്ടത്. പിന്നെ സൈഡിലും അടിയിലൊക്കെ നന്നായിട്ട് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചൂട് കൊടുക്കാൻ നമുക്ക് റിമൂവ് ചെയ്യാം. പക്ഷേ കട്ട് ചെയ്യുന്ന ടൈമിൽ എന്തായാലും പൊടിഞ്ഞു പോകും കേട്ടോ. നന്നായിട്ട് കൂളായതിൻ്റെ ശേഷം മാത്രമാണ് ലെയറാക്കാൻ പാടുള്ളൂ. അങ്ങനെ എന്താ ഡ്രീം കേക്കിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ളത് ആ കൊക്കോ പൗഡറൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ഇതാ ഡെലിവറി ചെയ്യാൻ കൊണ്ടുപോവാണ്. ഇത് നമ്മുടെ അടുത്തേക്ക് തന്നെയാണ് കേട്ടോ ഈ കേക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ സ്പൂണൊക്കെ വെച്ചിട്ട് കൊണ്ടു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബാക്കിയുള്ള കേക്കൊക്കെ ക്രം കോട്ട് ചെയ്ത് വെച്ചു. പിന്നെ ബാക്കി വീട്ടിലത്തെ പണികളൊക്കെ നോക്കിയിട്ടാണ്. അത് കഴിഞ്ഞത് ഏകദേശം ഒരു 2 മണി 3 മണി ടൈമിലാണ് പിന്നെ അതിൻ്റെ ഫൈനൽ കോട്ടൊക്കെ ചെയ്തത്. അപ്പോൾ ഇത് വെഡ്ഡിങ് കേക്കാണ് കേട്ടോ. ഇത് വന്നിട്ട് ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെയും ഡ്രസ്സിൻ്റെ കളർ വെച്ചിട്ടാണ് കേട്ടോ കേക്ക് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഡ്രസ്സിൻ്റെ കളർ ഒരു പീച്ച് കളറും ഡാർക്ക് പീച്ച് കളറും പിന്നെ ഒരു ബ്ലാക്ക് കളറാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ലൈറ്റ് പീച്ച് കളർ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഫൈനൽ കോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഡാർക്ക് കളറാക്കിയിട്ട് ജസ്റ്റ് ഒരു തിന്നായിട്ടുള്ള ഒരു ലെയർ ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അധികം കളേഴ്സ് യൂസ് ചെയ്യേണ്ടി വരില്ല. പിന്നെ കസ്റ്റമർ പറഞ്ഞാൽ നമുക്ക് ഡാർക്ക് കളറും കൂടി അതിൽ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ അധികം കളേഴ്സ് യൂസ് ചെയ്യണത് നല്ലതല്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ കളേഴ്സ് പരമാവധി കുറച്ചിട്ട് ചെയ്യായിരിക്കും ഏറ്റവും ഹെൽത്തിനും മൊത്തത്തിൽ നല്ലത് അതാണ്. അപ്പോൾ അതുകൊണ്ട് അധികം കളേഴ്സ് ഒഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഒരു തിന്ന് ലെയറായിട്ട് മാത്രമാണ് ഈ കളേഴ്സ് കസ്റ്റമേഴ്സിൻ്റെ വയറ്റിലേക്ക് എത്തുള്ളൂ. അങ്ങനെ അത് ഫൈനൽ കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. അടുത്തതായിട്ട് ബ്ലാക്ക് കളറാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ജസ്റ്റ് ആദ്യം തന്നെ ഒരു ഗ്രേ കളറാക്കിയിട്ട് നന്നായിട്ട് ഫിനിഷ് കോട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കുറച്ച് ക്രീമിൽ ഒന്നും കൂടി ബ്ലാക്ക് കളർ കൂടുതൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു തിൻ ലെയറായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് 2 കേക്കും ഐസിങ് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ അതും ഫ്രിഡ്ജിൽ വെച്ചു. അവിടുന്ന് ഒരു 4 മണി 4:30 ടൈമിലാണ് കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞത് കേക്ക് കൊടുന്നോളാനായിട്ട്. അപ്പോൾ പിന്നെ അത് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സ്റ്റാക്ക് ചെയ്യാനും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഫോക്സ് ബോൾസും ഫ്ലവേഴ്സും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു കളർ കോമ്പോ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ലാസ്റ്റ് ഇതിൻ്റെ ലുക്ക് എന്തായിരിക്കും എന്ന് അറിയാണ്ട്. എൻ്റെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത്, പക്ഷേ ചെയ്തു വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഈ ഒരു കേക്ക്. ഈ കേക്ക് സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇട്ടതിൻ്റെ ശേഷം ഒരുപാട് ലൈക്കും കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വെറൈറ്റി ഡിസൈൻ ആയിട്ടുണ്ടല്ലോ. അങ്ങനെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഫ്രീസറിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഫ്രീസറിൽ കയറ്റിച്ചു. ഒരു അരമണിക്കൂറും കഴിഞ്ഞിട്ട് കസ്റ്റമർ കൊടുന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നേരെ ഫ്രീസറിൽ വെച്ചു. പിന്നെ ഇതാ കൊണ്ടുപോയി ഡെലിവറി ചെയ്തു കേട്ടോ. കോട്ടോയിലുള്ള അക്കിക്കാവ് കോട്ടോയിലുള്ള ഒരു ഹോളിലേക്കാണ്, മംഗലം പാലസിലാണ് തോന്നുന്നുണ്ട് കേട്ടോ. അവിടേക്കാണ് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കൊടുത്ത് വന്നതിൻ്റെ ശേഷം ഒരു ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് അതിൻ്റെ ശേഷമാണ് പിന്നെ അടുത്ത വാനില കേക്കിൻ്റെ ഐസിങ് ഒക്കെ ചെയ്തത്. ഇതും പ്രത്യേകിച്ച് ഡിസൈനൊന്നും കസ്റ്റമർ പറഞ്ഞിട്ടില്ല. പിന്നെ വാനില കേക്കാണല്ലോ, അപ്പോൾ പരമാവധി സിമ്പിളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒരു ഫൈനൽ കോട്ട് കൊടുത്തതിൻ്റെ ശേഷം പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് മാത്രമാണ് കേട്ടോ വരച്ചു കൊടുത്തുള്ളത്. ഇത് വന്നിട്ട് പഴുന്നാനക്ക് കൊടുക്കാനുള്ള ഒരു ഓർഡർ ആയിരുന്നു കേട്ടോ. ഇതൊരു ആനിവേഴ്സറി കേക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഫൈനൽ കോട്ട് ചെയ്തതിൻ്റെ ശേഷം മുകളിലായിട്ട് പാലറ്റ് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് ഗ്രീൻ കളർ ക്രീം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറിയ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് ലീഫ് പോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ പ്രത്യേകിച്ച് ഡിസൈനൊന്നും എനിക്ക് ചെയ്യാൻ തോന്നിയിരുന്നില്ല. അപ്പം എന്താ തോന്നിച്ചിട്ട് അങ്ങനെ ചെയ്യാണ്. ചെയ്യാത്ത ഏതെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യണം എന്നിങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ കുറേ ആലോചിച്ച് നോക്കി. പിന്നെ ലാസ്റ്റ് ഈ ഒരു ഡിസൈനിൽ തന്നെ വന്നുട്ടാ. പിന്നെ പരമാവധി ചെറിയ കേക്കാണല്ലോ, അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനും പറ്റില്ല. അങ്ങനെ മുകളിലായിട്ട് ഒരു ആനിവേഴ്സറി ടോപ്പറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കസ്റ്റമർ അതിൽ കുറച്ച് എഴുതാനും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോണ്ടൻറ്റിൽ. അപ്പോൾ ഇത് ഫോട്ടോ എടുക്കാനായിട്ട് ഈ ഒരു ടോപ്പർ വെച്ചതിൻ്റെ ശേഷം പിന്നെ അത് എടുത്തിട്ട് കസ്റ്റമർ പറഞ്ഞിട്ടുള്ള ആ ഒരു മാറ്റർ ഫോണ്ടൻറ്റിൽ എഴുതിയിട്ട് അത് വെച്ച് കൊടുത്തു. പിന്നെ അത് പാക്ക് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്തിട്ട് പിന്നെ ഒക്കെയാണ് കൊണ്ടുകൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇത് ഒരു ദിവസം ഉണ്ടായിരുന്ന കേക്കിൻ്റെ ഓർഡേഴ്സാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ എൻ്റെ ഇൻസ്റ്റാ പേജ് താഴെ കൊടുക്കുന്നുണ്ട്, അതൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.